ജിഞ്ചർ മീഡിയ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഇങ്ങനെ അനുശ്രീയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ ചോദിക്കേണ്ട കാര്യം ഞങ്ങളുടെ ഇടയിലില്ല, ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം ഇടയിലില്ല, അപ്പം തന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക, കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. അപ്പം എന്നാലും ഓഡിയൻസിന് വേണ്ടി, അനുശ്രീയുടെ ഫാൻസിന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കുകയാണ്. എന്നാണ് അനുശ്രീയുടെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഒക്കെ ഞങ്ങൾക്കറിയണം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ ഒരെണ്ണകൂടെ ഉണ്ട്, നമ്മൾ എന്നാണ് ഇനി കാണുന്നതൊന്നും. അത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഇതിലെനിക്ക് ഒട്ടും പങ്കില്ല കേട്ടോ. ഞാൻ എന്ത് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ തരുമെന്ന് ചോദിച്ചപ്പോൾ ആളായിട്ട് ചോദിച്ചതല്ല. ഈ ചോദ്യം വരാൻ കാരണം ഞങ്ങൾ രണ്ടുപേരും എപ്പോൾ കണ്ടാലും ഞങ്ങൾ രണ്ടും ഇങ്ങനെ സംസാരിക്കും, നീ കല്യാണം കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അവൾ പറയും ഇല്ല. അപ്പോൾ അവൾ എന്നോട് ചോദിക്കും, നീ കല്യാണം കഴിക്കുന്നില്ലല്ലോ. ഞാൻ പറയില്ല. അപ്പോൾ ഓക്കെ. എപ്പോഴെങ്കിലും ഇങ്ങനെ എടി എനിക്ക് ഇങ്ങനെ പ്രേമിക്കാൻ തോന്നുന്നു, എന്തോ ഒരു മൂഡ് പ്രേമിക്കാൻ എന്ന് പറയുമ്പോഴത്തേനും അവൾ ചോദിക്കും, ആണോ അങ്ങനെ തോന്നുന്നുണ്ടോ, എന്നാൽ പിന്നെ നമുക്ക് നോക്കാം. ഈക്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടേ ഞങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സംസാരിക്കുന്നതിനകത്ത് എപ്പോഴും ചോദിക്കുന്നതാണ്, കെട്ടാൻ തീരുമാനിച്ചിട്ടില്ല, നീയും ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ടാണ് അവൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കാരണം കുറേ ഇൻ്റർവ്യൂസിൽ പോകുമ്പോൾ ഞങ്ങളോട് ചോദിക്കണ ചോദ്യമാണിത്. അപ്പം ഞങ്ങളിങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ ചോദിക്കാൻ ഇഷ്ടമില്ലാത്ത ചോദ്യം ഏതാന്ന് പറയുമ്പോൾ കല്യാണം എന്താന്ന് ദയവ് ചെയ്ത് ചോദിക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പറയാമെന്ന് പറയും. അപ്പോൾ ചില സമയത്ത് ഞങ്ങളിങ്ങനെ നമ്മൾ കാണുമ്പോഴാണെങ്കിൽ ഇത് സീരിയസ് ആയിട്ടും സംസാരിക്കാറുണ്ട്. ഈ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു തെറ്റാണോ, എങ്ങനെയാ, ആരും ഇല്ലാണ്ടായി പോകുമോ അവസാനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷെ വേണ്ട, ചുമ്മാ കല്യാണം കഴിച്ചവർ കിടന്ന് ബുദ്ധിമുട്ടുന്നതും നമ്മൾ കാണാറുണ്ട്. അത് ആലോചിക്കുമ്പോൾ വേണ്ട കേട്ടോ, തന്നെ മതി എന്നും ഞങ്ങൾ പറയാറുണ്ട്. അപ്പം എപ്പം ഞങ്ങൾ കണ്ടാലും ഒരു 10 മിനിറ്റ് ടോപ്പിക് ആയിട്ടാണെങ്കിലും ഈ ഒരു കല്യാണം, റിലേഷൻ, പ്രേമിക്കാൻ പ്ലാൻ ഉണ്ടോ, ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്നൊരു ടോപ്പിക് എന്തായാലും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവൾ ഈ ചോദ്യം ചോദിച്ചത്. എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. സങ്കല്പം ചോദിക്കുന്നുണ്ട് കേട്ടോ. സങ്കല്പം എന്താ ഈ പറയണ പോലെ, ലൈക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്ന് പറയുന്നത്, ജോലി എന്നുള്ളതല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അതിന് എനിക്ക് ഈ പറയുന്ന പോലെ ആരോഗ്യമുള്ളിടത്തോളം കാലം, നടന്നു പോയി അഭിനയിക്കാൻ പറ്റുന്നിടത്തോളം കാലം അതിനൊരു റെസ്ട്രിക്ഷനും വെക്കാണ്ട് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിടുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ ഈ പറയണ പോലെ എൻ്റെ അമ്മ, അച്ഛൻ, അണ്ണൻ അത് വിട്ടിട്ട് ഒരു കാര്യവും ഇല്ല. ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ വീട്ടുകാർ ചോദിക്കും, കുറച്ച് നാളോട് ചോദ്യം ഉണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഇടയ്ക്കൊക്കെ ചോദിക്കും എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, അമ്മ ഇപ്പോഴത്തെ ഒരു ചിന്ത എന്ന് പറയണത്, നമ്മൾ 23 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിച്ച് വിടുമ്പോഴത്തേക്ക് 10-23 വർഷം നമ്മുടെ വീട്ടിൽ നിന്നു, ഇനിയിപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് ചേക്കേറാം എന്നാണ് നോർമലി എല്ലാവരും വിചാരിക്കുക. ഞാൻ 10 വർഷവും കൂടി ഇപ്പുറത്തേക്ക് വന്നു, 34 വയസ്സായി. അപ്പോൾ 34 വയസ്സ് വരെ എനിക്കിവിടെ താമസിച്ചിട്ട് ഇനി എനിക്ക് വേറൊരിടത്തോട്ട് പോകാനായിട്ട് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആരെങ്കിലും നമുക്ക് നോക്കാം. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഇളയാളാണ്, വീട്ടിൽ വീട് വെക്കണം എന്നൊക്കെ ടാസ്കുള്ള ചെക്കന്മാരുണ്ടാവില്ലേ. അപ്പം നമുക്ക് പറയാം, നിങ്ങൾ വേറെ വീട് വെക്കണ്ട, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം, അങ്ങനെയുള്ള എന്തെങ്കിലും വരുന്നോ എന്ന് നോക്കട്ടെ അമ്മ എന്ന് പറയുമ്പോൾ അമ്മ പറയാം, അങ്ങനെ ഒരു, എൻ്റെ ബ്രദറും പറയും, അങ്ങനെ ഒരു മാറ്റമെങ്കിലും ഉണ്ടായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് മറ്റേ മാട്രിമോണിയിൽ ഞങ്ങൾ കൊടുക്കാം, എൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ ആഗ്രഹമുള്ളവരിൽ നിന്ന് ആലോചനകൾ ക്ഷണിക്കുന്നു. നമ്മൾ നേരത്തെ സ്വാസിക ചേച്ചിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഓക്കെ, ഇനി അവളുടെ ചോദ്യം. ഞാനോ സ്വാസികയാണ്. അപ്പൊ സുഖല്ലേ? അപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട്, അല്ലെങ്കിൽ ഒരു അറിയാനൊരു ആഗ്രഹം. ഒരു 50 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അഭിനയം അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ കരിയർ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ, അതോ ലൈഫ് ലോങ് അഭിനയം മാത്രം മതി, അങ്ങനെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അയ്യോ, അതൊക്കെ ചോദിച്ചത് ശരിക്കും ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുന്ന സ്വാസികയൊക്കെ ഭയങ്കര ബെറ്റർ ആണെന്ന് തോന്നാറുണ്ട്. കാരണം അവള് ഒരു പ്രൊഫഷൻ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്നെക്കാട്ടിലൊക്കെ ഭയങ്കര ബിസിയാണ് അവള് മലയാള സിനിമയിലാണെങ്കിലും ഞാനൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ചെയ്യുന്ന സിനിമകളും കൂടുതലാണ്, അതർ ലാംഗ്വേജിൽ ചെയ്യാറുണ്ട്. എന്നെക്കാട്ടിലൊക്കെ തിരക്കുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ തിരക്കുള്ള ആളാണ് അവൾ. പക്ഷെ എന്നാൽ പോലും അവൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെയോ കൈൻഡ് ഓഫ് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ അവൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന ഒരു കഴിവ് തന്നെയാണ്. നമുക്കത് ചെയ്യാൻ ആൾ വേണം, അല്ലെങ്കിൽ നമുക്കതിനകത്ത് നമ്മുടെ ടൈം ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് അടിപൊളിയാണെന്ന് ഞാൻ എപ്പോഴും
അല്ലാണ്ട് ഞാൻ പറയുന്നുണ്ട് എങ്ങനെ പറ്റുന്നു, നീ അതൊക്കെ ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് എന്നൊക്കെ ആ സമയത്ത് ഞാൻ വേണമെങ്കിൽ വീട്ടിൽ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പോയി വെറുതെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടില്ല. എനിക്ക് കുറച്ച് നാളോടെ കഴിയുമ്പം സിനിമ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു സാധനം ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരിക്കലും നായികയായിട്ട് മാത്രമേ സിനിമ ചെയ്യുള്ളൂ എന്ന് പണ്ടും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. എൻ്റെ അടുത്ത് കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, നീ വേറെ എന്തെങ്കിലും കൂടി സൈഡ് നോക്കൂട്ടോ, സിനിമയൊക്കെ ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വരുമാനം വേണ്ട. ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് അവർ ചോദിക്കുക. അപ്പോൾ ഞാൻ പറയും എനിക്കെന്തോ അങ്ങനെ തോന്നിയിട്ടില്ലടോ. മേ ബി അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്കത് തോന്നണ്ടേ, ഭയങ്കര ആത്മാർത്ഥമായിട്ട് തോന്നണ്ടേ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല, തോന്നുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതും എനിക്ക് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നതും എനിക്ക് നടക്കാൻ പറ്റുന്ന സമയത്തോളം എനിക്ക് സിനിമയിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അടുത്ത ബോക്സിലേക്ക് കിടക്കാം. ഓക്കെ. പൊതുവേ നമ്മളില്ലേ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഒരുപാട് പേര് സെൽഫി എടുക്കാനും കാര്യങ്ങളായിട്ടൊക്കെ വരും. ഞാനിപ്പോൾ 2 ദിവസം മുന്നേ കണ്ട വീഡിയോയിലും ചേച്ചി ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ നടന്നു പോകും, ആളുകൾ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ സെൽഫി എടുത്തുകൊണ്ട് പോവുക. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചിലർക്ക് അത് ഭയങ്കര സഫോക്കേഷൻ ആയിട്ടൊക്കെ തോന്നാറുണ്ട്. ചേച്ചിനെ സംബന്ധിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് എടുക്കുന്ന പോലെയും അങ്ങനെയൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഒന്നും ചിരിച്ചോണ്ടൊന്നും നിൽക്കാറില്ല, ചില സമയത്ത് എനിക്ക് പറ്റത്തില്ല എന്ന് പറയാറുണ്ട്. ഏതൊക്കെ ലൊക്കേഷനിൽ എനിക്ക് ഒന്ന് അവിടെ ഷൂട്ട് കാണാൻ വന്നവരോട് ഞാൻ അടിവരെ ആയിട്ടുണ്ട്, എന്ത് ജാടയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് തോന്നും ചേടാ ഇത്രയും നമ്മൾ എടുത്തില്ലേ, കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അയ്യോ ഇനി വയ്യാട്ടോ എന്ന് പറയുമ്പോൾ അവരത് മനസ്സിലാക്കില്ല. അവരുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ശരിയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ എപ്പോഴും കാണാൻ കിട്ടത്തില്ലല്ലോ എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് നമുക്ക് തോന്നും അവർ നമ്മളെ ഒട്ടും മനസ്സിലാക്കണില്ലല്ലോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ മാക്സിമം ഞാൻ അവർക്ക് വേണ്ട ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ നിൽക്കാറുണ്ട്. ചില സമയത്ത് അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വിളിക്കും. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഞാൻ പറയാം ഞാനൊന്ന് തൊഴുതിട്ട് വന്നോട്ടെ എന്ന് പറയുന്ന ചില സമയത്ത് ആൾക്കാർ ഒട്ടും മനസ്സിലാക്കാത്ത പോലെ നിൽക്കുന്നു, നമ്മുടെ പ്രൈവസീനെ ഒട്ടും മാനിക്കുന്നില്ല എന്ന് തോന്നും. പക്ഷേ അപ്പുറത്തെ സൈഡിൽ എത്രയോ പേര് ഇങ്ങനത്തെ ഒരു സംഭവം ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം 100 പേരിൽ 10 പേർക്ക് കിട്ടിയ ഒരു ഭാഗ്യത്തിൽ ഒരാളല്ലേ ഞാൻ കുറച്ചങ്ങനെ നിൽക്കണം, ദേഷ്യം മാറ്റണം, നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കണം എന്ന് ഞാനിങ്ങനെ എന്നെ തന്നെ പിടിച്ച് നിർത്തിയിട്ട് അങ്ങനെ നിൽക്കാറുണ്ട്. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലല്ലോ, ചിലപ്പോൾ നാളെ ഇതൊന്നും ഉണ്ടായില്ലെന്ന് വരാം. അപ്പോൾ പറ്റുന്ന സമയത്തോളം അത് ആസ്വദിക്കുക എന്നുള്ളതാണ്. നമുക്ക് പൊതുവെ നോ പറയാനുള്ള ബുദ്ധിമുട്ട് വളരെയധികം നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ ശീലിപ്പിച്ചത് തന്നെ അങ്ങനെയാണല്ലോ. നമ്മളെല്ലാവരും എസ് പറയാന്നുള്ളൊരു രീതി എപ്പോഴും ഉണ്ട്. പക്ഷേ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേരെടുത്ത് ഈ നോ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശീലിക്കേണ്ടി വരും. അത് ഇപ്പോഴും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അന്നും നോ പറയേണ്ടടുത്ത് അയ്യോ ഞാനില്ല കേട്ടോ, അതൊരു ഒരു ഒരു എന്താ കണിശമായിട്ടൊരു നോ എന്നായിരിക്കത്തില്ല. ഡിപ്ലോമാറ്റിക്കലി അയ്യോ ഞാനില്ല, കംഫർട്ടബിൾ അല്ല, പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നീട് ഞാൻ ചെയ്തിട്ട് അയ്യോ അത് വേണ്ടായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഇൻസിഡൻസ് കുറവുമാണ്. അത് ആരും പഠിപ്പിച്ച എന്ത് പറഞ്ഞാലും യെസ് പറയണം കേട്ടോ, ആരുടെടുത്തും ദേഷ്യം ഉണ്ടാക്കരുത് കേട്ടോ എന്ന് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ സിനിമയിൽ വന്നപ്പോൾ മുതലാണെങ്കിലും എൻ്റെ തീരുമാനങ്ങൾ ഞാൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അമ്മയ്ക്കോ അച്ഛനോ ഒന്നും ഇതിനെപ്പറ്റിയിട്ട് വലിയ അറിവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നത് കൊണ്ടും എനിക്കും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ അന്ന് മുതലേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തുടക്ക സമയത്ത് എനിക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിലും ലാൽ ജോസ് സാറിൻ്റെ അടുത്തും ചോദിക്കാം, ഈ ഒരു ഓപ്ഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2012 ആ സമയം മുതൽ തന്നെ എൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതും ഡീൽ ചെയ്തിട്ടുള്ളതും എല്ലാം ഞാൻ മാത്രമാണ്.